Hey guys, good morning. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ഒരു ബാംഗ്ലൂർ ഡേയ്സ് ഇവിടെ സ്റ്റാർട്ടാണ്. ഇപ്പോൾ രാവിലെ നല്ല ലേറ്റ് ആയിക്കണം കേട്ടോ എനിക്ക്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും പീനട്ട് ബട്ടറും. നല്ല ഓണാണ്. ഇന്നലെ നല്ല മഴയാണെങ്കിൽ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. നല്ല റഷായി തുടങ്ങിയിരിക്കണം കേട്ടോ. നല്ല അടിപൊളിയായി. ഇന്ന് നല്ല കാലാവസ്ഥ, നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാലാവസ്ഥ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. സ്റ്റെയറാണ്. അപ്പോൾ നമ്മളെ വെജീസൊക്കെ വാങ്ങി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി മുകളിലേക്ക് കയറാം കേട്ടോ. ഒരു പണിയില്ലാതെ ഇവിടെ ചൊറിയും കുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് എന്നാണ്. ലീനുണ്ട് ഇവിടെ കഴിക്കുന്നു, മുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലഞ്ച് ഇവിടെ റെഡി ആക്കുന്നു. പപ്പടം ഉണ്ട്, മാങ്ങാ ചമ്മന്തി, അച്ചാറ്, മീൻ പൊരിച്ച്. നല്ല നമ്മളിന്ന് ഒന്ന് പ്ലാൻ മാറ്റിയിട്ടോ. ഫീനിക്സ് മാൾക്കല്ല പോണേ. നമ്മളിന്ന് പോണത് MG റോഡിലേക്കാണ്. നല്ല കാറ്റാണ്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി മാറ്റി സെറ്റായിക്കണേ. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കണം. ഞാൻ ഇവിടെ മാറ്റിയിട്ടാണ് കേട്ടോ. ഓരോ കടയിൽ പോയി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇനി അടിയിലേക്ക് പോട്ടെ. അപ്പോൾ നമ്മൾ സെറ്റായി ഒരുങ്ങി റെഡി ആക്കണം. അപ്പോൾ നമ്മൾ MG റോഡിൽ പോവുകയാണ്. ഏട്ടാ പോണേ MG റോഡ്. നമ്മൾ ഹൈവേമക്ക് കടന്ന്. അപ്പോൾ മാമീൻ്റെ അപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഉദയനഗറിലാണ്. അപ്പോൾ ബങ്ങനഹള്ളി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ അവിടെ അടുത്തുള്ള. അപ്പോൾ അങ്ങോട്ട് പോകണം മെട്രോ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ. 4:30 ആയിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. നല്ല റഷാണ്, നല്ല ബ്ലോക്കാണ്. അപ്പോൾ റോഡിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല കാറ്റാണ്, അടിപൊളി നല്ല കാറ്റാണ്. നല്ല കാറ്റ് ഇങ്ങനെ വീശുണ്ട് കണ്ടോ, ഹെയറൊക്കെ പാർന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെട്രോയിൽ എത്തിയിട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ നമ്മൾ എസ്കലേറ്റർ വഴി വന്ന് ടിക്കറ്റ് കളക്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേഷൻ മുതൽ ഏത് സ്റ്റോപ്പാണ് നമ്മൾ ഇറങ്ങാനുള്ളത് അതുവരെ ഉള്ള ഒരു കോയിൻ ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടത് അവിടുന്ന് താഴേക്കുള്ള വ്യൂ ആണ് കണ്ടത്. നല്ല റഷ് ആയിരുന്നു. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ആ കോയിൻ അവിടെ വെച്ച് കൊടുത്താൽ ഡോർസ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വരാം. അപ്പോൾ അതിൻ്റെ അപ്പർ പാർട്ടിലാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു മെട്രോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കയറി. നല്ല റഷ് ആയിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല റഷ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അടിപൊളി ഒരു മെട്രോയിൽ നിന്നുള്ളൊരു ഈവനിങ് വ്യൂ ആണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ സ്റ്റോപ്പിലെത്തി. നമ്മൾ ഇവിടെ ഇറങ്ങി, മെട്രോയിൽ ഇറങ്ങി. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഏത് സ്റ്റേഷനിൽ നിന്നാണോ കോയിന് കളക്ട് ആക്കിയത്, അത് ഏത് സ്റ്റേഷനിലാണോ നമ്മൾ ഇറങ്ങുന്നത് ആ സ്റ്റേഷനിൽ ആ കോയിന് ഡ്രോപ്പ് ആക്കിയാലേ അവിടുത്തെ ഡോർസ് ഓപ്പണായി വരുള്ളൂ. അപ്പോൾ നമുക്ക് വെളിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളുണ്ട്. ഇത് ഇവിടുത്തെ മെട്രോൻ്റെ ഓൾ റൂട്ട് മാപ്പാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷോപ്സും കപ്പിൾസിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്ന ചെറിയ സ്റ്റുഡിയോ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ ഫുഡ് സ്പോട്ടും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിനുശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. അവിടെ ഇങ്ങനെ ഈ സ്ട്രീറ്റ് ഷോപ്സ് കുറേ ഉണ്ട്. ഇങ്ങനെ ബാഗ്സിൻ്റെ, പിന്നെ ചപ്പൽസിൻ്റെ, പിന്നെ ആക്സസറീസിൻ്റെ എല്ലാതും. പിന്നെ MG റോഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇച്ചിരി റിച്ച് ഏരിയ ആണ്. ബ്രാൻഡഡ് ഐറ്റംസും പിന്നെ കുറേ മാൾസൊക്കെ ഉണ്ട്. അവിടെ ഗരുഡ മാളുണ്ട്, പിന്നെ ഫോറം മാളുണ്ട്, പിന്നെ പേരറിയാത്ത കുറേ മാൾസ് ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കുറേ ഏരിയാസ് ഉണ്ട് അവിടെ. റിച്ച് ഏരിയ, ബ്രാൻഡഡ് ഐറ്റംസ്, അലൻസ് ഓൺലി, സ്കെച്ചേഴ്സ്, പിന്നെ KFC, സ്റ്റാർബക്സ്, പിന്നെ ലൂയിസ് ഫിലിപ്സ്, അങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് ഉള്ള ഐറ്റംസ് ഉള്ള ഏരിയ ആണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റിനെ കണ്ട്. അപ്പോൾ ആളെ കണ്ടൊന്ന് മീറ്റ് ആക്കിയാണ്. ആൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ആൾ ആക്കി തന്നാണ്. കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം പിന്നെ എനിക്ക് പേരറിയാത്ത ഏതൊരു മാളിൽ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ചൈനീസ് ഷോപ്പാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ അധികവും. അപ്പോൾ അവിടുത്തെ ഫുഡൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതിനേക്കാട്ടിലും താല്പര്യം എനിക്ക് ചാറ്റ് ഐറ്റംസ് ആയതുകൊണ്ട് ചാറ്റ് ഐറ്റംസ് കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ബോബ ഉണ്ടായിരുന്നു. അപ്പം ബോബ ട്രൈ ആക്കി നോക്കി. അടിപൊളിയാണ്. ന്യൂട്രല ബോബയാണ് ട്രൈ ആക്കിന്. അത് വീഡിയോ
ഷൂട്ടാക്കിന് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ ഇതിൽ ആഡാക്കിനു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുക ചെയ്തത്. പിന്നെ വലിയൊരു ടെഡി ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഗരുഡ മാളിൽ പോയി. അപ്പോൾ ഇതാണ് ഗരുഡ മാൾ. അപ്പോൾ മാളിലേക്ക് എൻ്റർ ചെയ്യണം, അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി. ഇതിൻ്റെ ഉള്ളിൽ അധികം റഷ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റി. അത്യാവശ്യം വലിയ മോളാണ്. അപ്പോൾ എസ്കലേറ്റർ വഴി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി അവിടെ പോയി ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ പോയി. വെസ്റ്റ് സൈഡിൽ നിന്ന് എനിക്കൊരു ഷർട്ട് പർച്ചേസ് ചെയ്യണ്ടായിരുന്നു, അപ്പോൾ അത് പർച്ചേസ് ചെയ്ത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം അതിൻ്റെ അപ്പർ പാർട്ടിലേക്ക് പോയിട്ടോ. 3rd ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കിയുള്ള വ്യൂ ആണ് ഇത്. ഇതൊരു വലിയ മോളാട്ടോ. പിന്നെ അതിൻ്റെ അപ്പർ പാർട്ടിലേക്ക് പോയി, അവിടെയാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ ചാട്ട് ഐറ്റംസാണ് കൂടുതൽ താല്പര്യമായതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് ചാട്ട് ഐറ്റംസ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഏരിയ കേട്ടോ, അത്യാവശ്യം വലിയ ഫുഡ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണേ. വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചാട്ട് ഐറ്റംസ് വാങ്ങി. അപ്പോൾ 2 മസാലപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ 2 പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. മസാലപ്പൂരിയും പാനിപ്പൂരിയും കഴിച്ചേ. ഒരു ഉള്ള പറയാലോ, രസമില്ല. ടേസ്റ്റ് ഉണ്ടോ ഇല്ലല്ലോ. അതിനുശേഷം ഞങ്ങൾ ഫോറം മാളിലേക്ക് പോയിട്ടോ. നമ്മൾ വന്ന റൂട്ടിൽ തന്നെയാണ് ഫോറം മാളുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഭയങ്കര നല്ല ആംബിയൻസ് ആണ്. നല്ല എസ്കുലേറ്റർ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫുള്ള് വാം ആൻഡ് ഡിം ലൈറ്റ് കൊണ്ട് കൊടുത്ത ഒരു ആംബിയൻസ്. പിന്നെ കുറേ ആസ്തറ്റിക് തീമിലുള്ള ഡെക്കറേഷൻസും കൊടുത്ത്. ഇതിൻ്റെ മുകളിൽ തിയേറ്ററാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വിൽക്കുന്നുണ്ട്. നൈറ്റ് ആയപ്പം അതിമനോഹരം കേട്ടോ. ആ സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നേ. നല്ല ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ലൈറ്റൊക്കെ സ്ട്രീറ്റിലെ ലൈറ്റൊക്കെ കത്തിച്ച് തുടങ്ങി. പിന്നെ വീണ്ടും ഗസ്റ്റിനെ കണ്ട്. ഗസ്റ്റിനോട് ബായ് ഒക്കെ പറഞ്ഞ് അവിടുന്ന് പിന്നെ നമ്മൾ മെട്രോയിലേക്ക് പോയി. മുകൾക്ക് പോണേ. വീണ്ടും മെട്രോയിലാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ മെട്രോയിൽ കയറിയിട്ടുണ്ട്. മെട്രോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താഴേക്കുള്ള വ്യൂ ആണ്. നല്ല ബ്ലോക്കും കാര്യങ്ങളും നല്ല തിരക്കൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്ന പോലെ അതേപോലെ തന്നെ തിരിച്ചു പോകുന്നത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നടന്നു തന്നെ പോകാമെന്ന് വിചാരിച്ച്. രാത്രി പിന്നെ നടക്കുന്ന രസമല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.